അങ്ങനെ തങ്ങിന് പ്രസവവേദന വന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അന്നേരം അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ലിയാങ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഹീറോ അവനെ പിടിച്ചു നിർത്തി. നീ അവളുടെ ഭർത്താവാണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ എന്നാൽ ലിയാങ് നീയാണല്ലോ അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് ഹീറോയെ അടിക്കുന്നു. എന്തിനാണ് അവളെ ഒറ്റയ്ക്കാക്കിയത്? ആ കുഞ്ഞിനെ വച്ച് അവൾ എന്തോരം കഷ്ടപ്പെട്ടുണ്ടെന്ന് നിനക്കറിയാലോ. ഭക്ഷണം കഴിക്കാൻ പോലും ക്യാഷില്ല എന്ന് പറഞ്ഞ് ലിയോങ് ഹീറോയ്ക്ക് നല്ലത് കൊടുക്കുന്നു. എന്നാൽ ഹീറോ ലിയോനെ തിരിച്ചു പോലും ഒന്നും ചെയ്യണില്ല. കാരണം ഹീറോ ചെയ്തത് തെറ്റായത് കൊണ്ട്. ശേഷം ലിയാങ് തങ്ങിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഹീറോയോട് പറയുന്നു. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളുടെ അമ്മ മറ്റൊരു കല്യാണം കഴിച്ചതിനാൽ അവളെ ഗ്രാമത്തിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് അയച്ചു. ഞാനും അവളും ഒരുമിച്ചാണ് ആ ഗ്രാമത്തിൽ വളർന്നത്. അതുകൊണ്ട് എനിക്ക് അവളെ നല്ലോണം അറിയാം. ശേഷം ലിയാങ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ മുത്തശ്ശിക്ക് പാടില്ലാത്തപ്പോൾ ട്രീറ്റ്മെന്റിനായി നിന്റെ മുത്തശ്ശിയിൽ നിന്ന് ക്യാഷ് വാങ്ങി നിന്നെ വിവാഹം ചെയ്ത സത്യങ്ങൾ അറിയുമ്പോഴാണ് ഹീറോയ്ക്ക് ആകെ വിഷമമാകുന്നത്. കാരണം അവളെ ഇത്രയും നാൾ മോശമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇപ്പോഴല്ലേ സത്യങ്ങൾ മനസ്സിലായത്. അപ്പോഴേക്കും ഡോക്ടർ വന്ന് അമ്മയും കുഞ്ഞുങ്ങളും ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പി ആവുന്നു. തങ്ങ് കണ്ണു തുറക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഹീറോ അവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇവരാണ് ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞത്. ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് പറയുമ്പോൾ ഇവന് പ്രാന്താണെന്ന് പറഞ്ഞ മുത്തശ്ശി ഒരു ചവിട്ട് കൊടുത്ത് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇവനാണ് നിന്റെ ഭർത്താവ്. അതും കേട്ടതും തങ്ങിനും ഹീറോയ്ക്കും ഒരുപാട് ഹാപ്പി ആവുന്നു. ശേഷം കുഞ്ഞുങ്ങളെയും തങ്ങിനെയും കൂട്ടി ഹീറോയും മുത്തശ്ശിയും അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം, നീ പോയി റെസ്റ്റ് എടുക്കാനായി മുത്തശ്ശി പറയുന്നു. എന്നിട്ട് അവളെ മുത്തശ്ശി റൂമിലാക്കിയിട്ട് പോവുകയാണ്. ഇവളും അത്ര വലിയ വീട് കണ്ട് നെർവസായി നിൽക്കുമ്പോൾ ഹീറോ വന്ന് അവളെ മടിയിലിരുത്തി നിന്നെ തെറ്റിദ്ധരിച്ചതിന് ക്ഷമ പറഞ്ഞ് ഭാവിയിൽ ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞ് കിസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മുത്തശ്ശി വന്ന് ഹീറോയെ റൂമിൽ നിന്ന് പുറത്താക്കുന്നു. അടുത്ത ദിവസം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ചെന്നൈയിൽ ചിയാങ് എന്ന പെണ്ണ് വന്നിട്ടുണ്ട്. ഹീറോയെ കാണാൻ എന്ന് പറഞ്ഞ് അവൻ്റെ കസിൻ വിളിച്ചു പറയുമ്പോൾ അവൻ മുത്തശ്ശിയോട് കമ്പനിയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. ഹീറോ നേരത്തിന് ഭക്ഷണം കഴിക്കാത്തതിനാൽ മുത്തശ്ശി വഴക്ക് പറയുന്നെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ കമ്പനിയിൽ പോയി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് തങ്ങ് പറയുന്നു. അങ്ങനെ തങ്ങ് വളരെ സന്തോഷത്തിൽ ഹീറോയുടെ കമ്പനിയിൽ സൂപ്പുമായി ചെല്ലുമ്പോൾ ചിയാങ് മാഡം വന്നിട്ടുണ്ട്. ഇനി ഹീറോയും അപ്പോഴും കമ്പനിയിൽ തന്നെ കാണുമെന്ന് കമ്പനിയിലെ എംപ്ലോയീസ് പറയുന്നത് തങ്ങ് കേൾക്കുമ്പോൾ കുറച്ച് ഫീലായെങ്കിലും അവൾ ഹീറോയെ കാണാൻ പോകുന്നു. ഇവിടെ ചിയാങ് എബ്രോഡിൽ നിന്ന് 2 വർഷം കഴിഞ്ഞാണ് നാട്ടിലെത്തിയത്. ചിയാങ്ങിന് ഹീറോയ്ക്ക് മേൽ ഒരു കണ്ണുണ്ട്, ബട്ട് ഹീറോയ്ക്ക് അങ്ങനൊന്നുമില്ല. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ തങ്ങിനെ ചിയാങ് കാണുകയും ഹീറോയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് തങ്ങിനെ വെറുപ്പിക്കാനായി ഹീറോയുടെ മടിയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് തങ്ങിന് ഒരുപാട് ഫീൽ ആവുകയും ഹീറോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത്, എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്നു. എന്നാൽ ഇവിടെ ഹീറോയുടെ മടിയിലിരുന്ന ചിയാങ്ങിനെ തള്ളി മാറ്റി എന്റെ ഭാര്യയ്ക്ക് മാത്രമാണ് എന്റെ മടിയിലിരിക്കാനുള്ള അവകാശം, കണ്ടവൾക്ക് ഇരിക്കാനുള്ളതല്ല, ഇത് കണ്ടാൽ എന്റെ ഭാര്യയ്ക്ക് ഒട്ടും തന്നെ പിടിക്കില്ലെന്ന് പറയുന്നു. ഇവളും വിഷയം മാറ്റി ഇവരുടെ കമ്പനിയിലെ പാർട്ടിക്കായി ഒരു പാട്ടുകാരിയെ പറ്റി പറയുമ്പോൾ ഹീറോ ആ സ്റ്റാറിന്റെ വോയിസ് നിന്റെ വോയിസിനെക്കാട്ടും നല്ലതാണ്, എന്നാൽ അവരെക്കുറിച്ച് ഒരു വിവരമില്ല, പല വർഷമായി കാണണമെന്ന് കരുതി പക്ഷേ ഇതുവരെ കണ്ടിട്ടേയില്ല എന്ന് ഹീറോ പറയുമ്പോൾ ഹീറോ ഇതുവരെ അവളെ കണ്ടിട്ടില്ല, നല്ലത് ഞാനാണ് അവളുടെ അമ്മയ്ക്ക് ക്യാഷ് കൊടുത്ത് ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിധത്തിൽ തടുത്തത്, അതുകൊണ്ടാണ് ഈ ഗതി അവൾക്ക് വന്നെന്ന് ചിയാങ് മനസ്സിൽ പറയുന്നു. ഹീറോ അത്രയും ആരാധിക്കുന്ന പെൺകുട്ടി ആരായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ഹീറോയുടെ ഭാര്യ തന്നെയാണ്. ഇവിടെ തങ്ങ് ഓഫീസിൽ നടന്ന കാര്യം ഓർത്ത് വിഷമിച്ചു വരുമ്പോൾ ലിയാങ് വന്ന് നിന്റെ അമ്മയ്ക്കായി നിന്റെ സ്വപ്നം നീ ഉപേക്ഷിച്ചു, നിന്റെ അമ്മ ആരോടടുത്തുനിന്ന് ക്യാഷ് വാങ്ങി പാടാൻ പാടില്ലെന്ന് പറഞ്ഞു, നീ ആരെയും കുറിച്ച് ചിന്തിക്കാതെ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കി, അടുത്തിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റാർ എന്ന ബോർഡ് ലിയാങ് അവൾക്ക് കൊടുത്തിട്ട് പോകുന്നു. അന്ന് രാത്രി തങ്ങ് ലിയാങ് കൊടുത്ത ബോർഡ് തലോണയിലടി വെക്കുകയും ഹീറോയും തക്ക സമയത്ത് തലോണയുമായി തങ്ങിനൊപ്പം കിടക്കാനായി വരുന്നു. ഇങ്ങനെ കിസ് ചെയ്യാൻ വരുമ്പോൾ അവൾ മുഖം മാറ്റുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്ന് ഓഫീസിൽ കണ്ട കാഴ്ച അവൾക്ക് അത്രയും വേദനയുണ്ടാക്കി. ഹീറോ അവളുടെ കൈ പിടിച്ചു മാറ്റുമ്പോൾ തങ്ങ് തലോണയ്ക്കടിയിൽ ഒളിപ്പിച്ച ബോർഡ് എടുത്തു നോക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് മുത്തശ്ശി വന്ന് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയി. ഹീറോയോട് അവൾ കുറച്ച് വിഷമത്തിലാണ്, അത് മനസ്സിലാക്കാത്ത നീ എന്ന് ഭർത്താവാണെന്ന് ചീത്ത പറയുന്നു. എന്തിനാണ് ഇത്രയും വിഷമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിനക്കായി ഉണ്ടാക്കിയ സൂപ്പ് തങ്ങ് കമ്പനിയിൽ വന്നതും എന്നാൽ തിരിച്ചു വന്നപ്പോൾ ആകെ വിഷമിച്ചാണ് വന്നതെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, നീ എന്തോ മണ്ടത്തരം കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് ഹീറോ ചിന്തിക്കുമ്പോൾ അവളെ നീ എപ്പോഴും ചേർത്ത് പിടിക്കണം, ഒരു കാരണം വെച്ചാലും അവളെ വിഷമിപ്പിക്കരുതെന്ന് മുത്തശ്ശി പറയുന്നു. അവളൊരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട്, അവിടെ വെച്ച് ഞാൻ അവളെ എല്ലാവർക്കും മുന്നിൽ എൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് ഹീറോ മുത്തശ്ശിയോട് പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ